ദ ബ്യൂട്ടി ഷോപ്പ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ ആദ്യമായി ഞാൻ എൻ്റെ ഇക്കാസിനെ സ്വാഗതം ചെയ്യുകയാണ്. നസീർ കാ, നാദിഷ കാ, ഹായ്. നവാസ് കാ. ഹായ്. ഇക്ക, അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഇവിടെ തുടങ്ങാൻ പോവാണ്. ഒട്ടും ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് സ്കിറ്റ് കളിക്കാൻ പോകുന്ന ആ പെർഫോമൻസ് ടീമിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ചിരി പൂരത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് ടീം ജോക്കേഴ്സ്. ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരോടായിട്ട് പറയുകയാണ്, ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ മുതലാളി ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് സണ്ണി ലിയോണിന്റെ ക്യാമറ ഡാൻസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 11 മണിക്ക് ന്യൂ ഇയറിന് നമ്മുടെ സണ്ണി ലിയോയുടെ ഡാൻസ് തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മളെ ന്യൂ ഇയറിനെ വരവേൽക്കും. സണ്ണി ലിയോൺ എടാ, സണ്ണിയുടെ കെട്ടോള് ലീല, അതിന് സണ്ണി ലിയോയുടെ ഉണ്ടായിരിക്കും. എന്റെ കുഴിമന്തിയുടെ കാര്യം എന്തായി? എന്റെ കുഴിമന്തിയുടെ കാര്യം കുഴി കിടക്കും, ഇപ്പൊ എടുത്തു തരാം. പെട്ടെന്ന് എടുത്തോണ്ടോ. കോളടിച്ചോ? ഇത് മാത്രമേ ഉള്ളൂ. ബില്ല അവൻ എഴുതി വെച്ചേക്കണം. ടിപ്പൊന്നുമില്ലേ? ടിപ്പ് തരാൻ ചില്ലറയില്ല, വഴിക്ക് വെച്ച് കാണുമ്പോൾ തരാന്ന്. ഇതുപോലുള്ള ടീമുകളൊക്കെ ആണെങ്കിൽ ഈ നിന്റെ സൂപ്പീര് കണ്ടപ്പോഴേ ഞാൻ ഓർത്തത് അതിൽ അവിടെ വല്ലതും കിട്ടുമെന്ന് നോക്ക്. അതെ, ഇപ്പൊ തരാൻ കേട്ടോ. എത്ര നേരം പറഞ്ഞേക്കണം. ഹലോ ഹലോ, മോള് എവിടെയുണ്ടാ? ചേട്ടൻ എവിടെയാ? ഞാൻ നമ്മുടെ ഡാഡിയുടെ കൺസ്ട്രക്ഷൻ ഓഫീസിലാണ്. ആണോ? അത് അവിടെ എന്താ ഒരു തിരക്ക് എന്തൊക്കെയോ? മോളെ, അല്ല, അത് ആ എച്ച് പ്ലേറ്റ് ഒന്നൊക്കെ ക്ലിയർ ചെയ്യണം. ഹലോ മോളെ, നാളെ ബാറാവതി ആണല്ലോ. നാളെ 1-ാം തീയതി ആയതുകൊണ്ട് നമുക്കൊരു പാർവതിയോ? അല്ല, ബാറാവതി എന്ന് പറഞ്ഞാൽ ബാറാവതി ആയതുകൊണ്ടേ വലിയ കുടിയന്മാരെ തിരക്കുണ്ടാവൂല. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക് ഞാൻ ചേട്ടനോട് വരില്ല. അതെന്നാ? ചേട്ടനെ തിയേറ്ററിൽ എത്തുമ്പോ ആരും കാണാതെ തന്നെ കെട്ടിപ്പിടിക്കും. അയ്യോ, ഇല്ല. ഇല്ലേ? ഇല്ലല്ല. ചേട്ടനൊരു ഉമ്മയെങ്കിലും എന്നെ വെക്കും. ഇല്ലില്ല. ഇല്ല. ചേട്ടനൊരു നുള്ളെങ്കിലും തരും. ഇല്ലെന്ന്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. പിന്നെ എന്ത് പിണ്ണാക്കിനാണോ ഞാൻ തന്റെ കൂടെ സിനിമയ്ക്ക് വരുന്നത്? അല്ല, വെച്ചിട്ട് പോ. എടാ, അപ്പൊ ക്ലിയർ ആയി പോയി. കാര്യം പെട്ടെന്ന് ഒരു വെള്ളം തന്നെ, ഒരു വെള്ളം കൊടുത്താ. എന്നാ ഞാൻ ഗുളി കഴിക്കാൻ മറന്നുപോയി. വെള്ളം കൊടുത്തേ. ഗുളി കഴിക്കാൻ മറന്നുപോയി. പ്രഷറിന്റെ ഗുളിക? അല്ലല്ല, പ്രഷറിന്റെ അല്ല, ഗ്യാസിന്റെ. എന്റെ ഈ വയറിളക്കാനുള്ള ഗുളിക. ഗ്യാസിന്റെ ഗുളിക കഴിക്കാന്ന്. ഗ്യാസിന്റെ? നെഞ്ചിടിച്ചില്ലേ? തിന്നു മുടുക്കുക, അതിനൊപ്പം തന്നെ ഗുളിക കഴിക്കുക. അവന്റെ ഫുഡ് എടുത്ത് കൊടുക്കുക. എന്റെ പൊറോട്ട ചിക്കൻ ഫ്രൈ എന്തായി? ഇപ്പൊ തരാം, പെട്ടെന്ന് കൊണ്ടുപോവാ. പോളണ്ട് യൂറോപ്പിലല്ലേ? അല്ലേ? അതെങ്ങനെയാണ്? ഇന്നലെ രാത്രിക്ക് കൂടെ ഇരിക്കും ഞാൻ ടിപ്പ് കൊടുത്തവനല്ല. പിന്നെ എത്ര വിട്ടെന്ന് യൂറോപ്പിലേക്ക് പോവോ? ആര്? പോള് അവനെവിടെ ഉണ്ട്? പോളണ്ടാ? ഞാൻ വിചാരിച്ചു സാറ് ചോദിച്ചതിന്റെ ഒരു മറുപടി ആയിട്ട് വലിയ തമാശ വേണ്ട. 2019 തമാശയൊക്കെ തീർന്നെങ്കിൽ 2020 അടിക്കും. അവരോട് വരാൻ പറ. ആ ഫുഡ് എടുക്കാൻ പോയിരിക്കുമായിരുന്നു. ആണോ? ഹായ് സാർ, മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സാറേ, ഇത് വെക്കാൻ സ്ഥലമില്ലല്ലോ. കുറച്ചാ നിലത്തൊക്കെ ആ ടേബിൾ കിടന്ന് അടുപ്പിച്ചിട്ടാലോ? എന്തുവേണം ചെയ്തു? ഞാനത് മാറ്റാം. ഇപ്പൊ ക്ലിയർ ആയിട്ടോ സാറേ? പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ സാർ, അതങ്ങോട്ട് ഒന്ന് ക്ലിയർ. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യും സാറേ. അയ്യോ, ഇത് പാടില്ല. ഏത്? സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. പുകവലി പാടില്ല എന്ന് എഴുതി വെച്ചാൽ കണ്ടില്ലേ? അയ്യോ, ഞാൻ എഴുതി വെച്ചങ്ങനെ കാണാൻ വന്നതല്ല. പിന്നെ ഞാൻ ഒരെണ്ണം അടിക്കാൻ വന്നാ. ഇതെന്റെ അല്ല. സോറി സാർ, സോറി. എന്നാ സാർ എടുക്കണ്ടേ? അയ്യോ, എൻ്റെ പേരെന്നാ? പീറ്റർ. പീറ്റർ സ്കോട്ടുണ്ട്. ഹലോ, ഇടയ്ക്കിടയ്ക്ക് പേരും മറന്നു പോകണം. സാറെന്താണ് അങ്ങനെ മൂഡ് ഓഫ് അല്ലേ? എന്നാ സാറേ? പ്രശ്നങ്ങളായി. എന്നാ കാര്യം പറ, ഉറക്കെ പറ. പെണ്ണുമ്പിളയായിട്ട് ഒന്ന് ഉരസി. ഇന്നാണോ ഉറച്ചിയത്? അല്ലെന്ന് ചെറുതായിട്ടൊന്ന് ഉടക്കിന്ന്. അല്ല, എന്നും നിങ്ങൾ ഉടക്കാണല്ലോ. ഇതെന്നാ ഇന്നലത്തെ കേസ് എന്നാ? ഇന്നത്തെ കേസ് ഒന്നുമല്ല. ഇന്നലെ അവളോട് ഞാൻ പറഞ്ഞു. അവൾ അറിഞ്ഞില്ല. എനിക്ക് കമ്പനിയിൽ നിന്ന് മാനേജറായിട്ട് പ്രൊമോഷൻ ചെയ്തു. ആണോ? കൺഗ്രാജുലേഷൻ സാർ. അപ്പൊ ഇവളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇവളറിയാതെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നീ കിടന്നുറങ്ങുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ മാനേജറുടെ കൂടെ ആയിരിക്കുമെന്ന്. ഇത് പറയുമോ? 5ന്റെ ടോർച്ചർ ഒറ്റ അടിയല്ലേ ഇരിക്കുന്നത്. സാറിന് പറഞ്ഞാൽ പോരെ? സാറാണ് ഈ മാനേജർ, സാറിൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ പോരെ? അത് പറഞ്ഞില്ല, ഞാൻ ഇവക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറയുന്നത്. ഇങ്ങനെ സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ കരണക്കുട്ടിയുടെ അടി കിട്ടും. ആണോ? അത് മാത്രമല്ല, അമ്മച്ചി ആശുപത്രി കിടക്കുവാ. നീ അതെന്നാ പറ്റി?
അമ്മച്ചിക്ക് എന്നും അസുഖമാണ് ആ, ശരിയാ. ഐസിയു കിടക്കുക അതിന്റെ ഈ പൈസ ഇല്ലായിരുന്നു ഞാൻ ഒരുത്തരം ഒരു 10,000 രൂപ കടം മേടിച്ചിട്ട് വന്നേക്കും അതുകൊണ്ട് ഇന്ന് ഒത്തിരി അടിയില്ല ഇല്ല. ഒരു 2.5 പെക്ക് അടിക്കുന്നു ഞാൻ വീട്ടിൽ പോണു കാരണം പൈസയ്ക്ക് ആ ആവശ്യമുണ്ടല്ലോ അമ്മയുടെ പൈസ അമ്മയ്ക്കുള്ള പൈസ അനക്കണ്ട അനക്കണ്ട ഓക്കെ സാർ ഓക്കെ. ഓർമ്മ എടുക്കാം ഓർമ്മ എടുത്തു ശരി സാർ സാറിൻ്റെ ഓർമ്മ എടുത്തു സോഡ ഉണ്ടല്ലോ അല്ലേ സാർ സാർ ഹെൽപ്പ് ചെയ്യണം സാർ ഞാനിവിടെ ഈ ബാറിൽ ആദ്യമായിട്ടാണ്. ആ സാറിനെ ഇതിനു മുമ്പ് കണ്ടല്ലേ അതാ ആദ്യമായിട്ട് തന്നെ അതെ. പിന്നെ നീറ്റ്നെസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നീറ്റ്നെസ് ഉണ്ട് സാറേ നല്ല നീറ്റ്നെസ് നീറ്റ്നെസ് കുഴപ്പമില്ലല്ലോ. ഈ ഗ്ലാസ് ഒക്കെ ഗ്ലാസ് ഒക്കെ ഹോട്ട് വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുന്ന സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് സാറേ സ്റ്റെബിലൈസറിലാണല്ലേ? സ്റ്റെബിലൈസർ അല്ല സാറേ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് വല്ല ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നുണ്ട് കഴിയുന്നുണ്ട്. ആ, ശരി. അപ്പം ഞാൻ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്നാ സാറേ പറഞ്ഞു എനിക്ക് ഈ ബാഗ് ഒന്ന് പിടിക്കാമോ? ബാഗ് ബാഗ് ഈ ബാഗിലേ ബാഗ് തുറക്കും. തുറക്കണോ ഇത് തുറക്കും. ഇത് അതല്ല 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 തുറക്ക്. ആ തുറ. ഇവിടെ ഒരു കർച്ചീഫല്ലേ നോക്കിയത് ഉണ്ടല്ലോ. കർച്ചീഫ് അല്ല സാറേ ഇത് ഈ തോർത്താണല്ലോ സാറേ അതല്ലേ? ഏ കെട്ട് കെട്ട് കെട്ട്. ഏ എന്നാണ് എന്നാ വേണ്ടേ ഒരെണ്ണം ഒഴിക്കുക. എന്നാ വൈറ്റാ ഏതെങ്കിലും സോഡ സോഡ വേണ്ട സാർ. സോഡ വേണ്ട സോഡ വേണ്ട അയച്ചോ അയച്ചോ. ഇതാ. പോയി. ആണോ ചെറിയൊരു ഇത്. അയ്യോ സംഭവം മനസ്സിലായില്ലേ? അടിക്കാഞ്ഞിട്ടാ നിറവില്. സാറേ കൗണ്ടറാണോ അല്ല ഇരിക്കണോ ഞാൻ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് നല്ല കൗണ്ടർ ഒന്നും അടിക്കാം. അതല്ല പറഞ്ഞേ സാറേ കൗണ്ടറിന്റെ ഇവിടെ നിന്ന് അടിക്കുവാണോ അല്ല ഇരിക്കുവാണോ എന്ന് അല്ല ഞാൻ ഇരുന്നോളാം. വി ഐ പി ലോഞ്ചിലേക്ക് ഇരിക്കും സാർ അതാണോ? ആ അത് വേണം. അതെ സാറ് സാർ അവിടെ വർക്ക് ചെയ്യുന്നു സാറേ സാർ അവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ബാങ്കിലെ മാനേജറാണ്. ബാങ്കിൽ തന്നെ വിശേഷമൊക്കെ ബാങ്കിൽ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് ഒരു കാഷ്യറെ ഞങ്ങളുടെ ബാങ്കിന് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക. കാഷ്യർ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് അതെ, അതെ. തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ. ആ അപ്പൊ നിങ്ങൾക്ക് ബാങ്കിൽ ഉണ്ടായിരുന്ന കാഷ്യറോ അവനെ അന്വേഷിച്ചോണ്ടിരിക്കണം. ഒരു ലോഡ് കാശായിട്ട് അവൻ മുങ്ങിനെ. ശരി അത് കിട്ടിയില്ലേ എൻ്റെ പണി പോയിരിക്കുക. ശരി സാറ് ഓർമ്മ ഓർമ്മ എടുക്കാം പ്ലീസ്. ഓർമ്മ എടുത്തു അപ്പുറത്തേക്ക് ഇരുന്നോട്ടെ. സോഡ സോഡ സാർ സോഡ ഉണ്ടായിരുന്നു സോഡ ഉണ്ടായിരുന്നു കുഴപ്പമില്ല. സോഡ എൻ്റെ പുറകെ മിക്സ് ആയിക്കോളും. സാർ നിങ്ങളോട് കേൾക്കാൻ പറഞ്ഞു പറയുവാണ് അതാണ്. ഇന്ന് നമുക്ക് ഭയങ്കര രസകരമായ സംഭവമാണ്. നമുക്ക് ഇന്ന് ക്യാബറ ഡാൻസ് ഉണ്ട്. ഉണ്ടോ? ആ ന്യൂ ഇയർ ആയിട്ട് ക്യാബറ ഡാൻസ് ഉണ്ട്. ഓ നമുക്ക് സമയം ഞാൻ നേരത്തെ വീട്ടിൽ ആ ശരി എനിക്ക് താല്പര്യമില്ല. ആ ടി വി ഒന്ന് ഞാൻ ക്രിക്കറ്റ് കളി ഒന്ന് സാർ സ്കോർ വാങ്ങും ആ ടി വി എന്ന് വെച്ചു എന്ന് വെച്ചാൽ Yeah, and that's why I go back to when you asked me the question again. That's why I go back to what makes No, no. us No, no. ഹലോ. ഈ സാധനം ഓ അവൻ അടിച്ച് അല്ല അതെന്താണെന്നറിയോ അവരിപ്പോ എത്ര അടിച്ചിട്ടുണ്ട്? കാര്യമില്ലത്. അവരിപ്പോ എത്ര അടിച്ചിട്ടുണ്ട്? അവൻ കളിക്കല്ല. അവരെത്ര അടിച്ചു അതിന്? അവർക്ക് എന്റെ പോലെ അവർ കുറെ നേരമായിരുന്നേ. 366 ഫോൺ 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 എക്സ്ക്യൂസ് മീ. നോ സ്റ്റെല്ല ഡോണ്ട് ടോക്ക്. നോ കെ കെ ഓക്കേ. ഫോൺ വന്നോണ്ടാ ഫോൺ വന്നോണ്ടാ ആ, വെച്ചോ വെച്ചോ എന്റെ കൊഴിമന്തി രണ്ട് എത്ര പാട് കൊടുക്കും. സാറേ സാറേ റെഡിയാക്കി three I can remember is the Nissan പക്ഷേ ഈ കഴിഞ്ഞ മാസം മാച്ചിൽ നടക്കായിരുന്നു. കൊണ്ടുതരണ്ടേ ഒരെണ്ണം പോയാലോ? ഔട്ടായില്ല അവൻ. കളിക്കാൻ അറിയാൻ അല്ല, അവന്റെ bowling പെട്ടെന്ന് നടക്കുമോ? ബൗളിംഗ് സുഖമല്ല ഫോൺ ഫോൺ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തൂളും പൂക്കെ അല്ലോ. ആ അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്,
കൊടമ്പുള്ളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ആയോ കാ. പാട്ടെങ്ങനെയായിരുന്നു കായാമ്പൂ കണ്ണിൽ വീടരും കമലദളം കവിളിൽ നിറയും അനുരാഗവതി നിൻ ചൊടികളിൽ നിൻ ആലിപ്പഴം പൊഴിയും അലിപ്പഴം പെറുക്കാം പീലിക്കൂടാ നിവർത്തി വാ കുരുവി പൂക്കുരുവി ഓലഞ്ഞാലി കുരുവി ഈ വഴിവാ. വെള്ളി നക്ഷത്രമേ അല്ല, നിന്നെ- അല്ല, തെറ്റിപ്പോയി സാറേ, സാറേ. സാറേ, സാറേ, ആ പാട്ട് പാടിയതാ. സോറി തെറ്റിപ്പോയി ആ പാട്ട് പാടിയതാ സാറ്. അത് പാടിയതാ. യു യൂസ് ഫെല്ലോ. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിങ്ങൾ അന്താക്ഷരി കളിക്കുന്നോ? വൃത്തികെട്ടന്മാരെ സാറേ, അന്താക്ഷരി ഒരു പാട്ട് പാടി കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ വെറുതെ ഇൻസൾട്ട് ചെയ്യണം ഒരു സ്ഥലത്ത് വരുമ്പോ ഇവിടെ നടന്ന്. ഒരു ബക്കറ്റ് വരും. സാറും തരാം, തരാം, തരാം. പെട്ടെന്ന് എടുക്ക്. വെറുതെ ഒരുത്തർ വന്നിട്ട് ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ മതിയെന്ന് റമ്മ കൊടുക്ക്. ഒരു കാര്യം സാറി ചാപ്പിളിൻ ഇനി എന്റെ അടുത്തും ഓളെ ഓളെ സാറേ ബാറിന്റെ ഒരു സാറേ VIP ലോഞ്ചാ സാർ. സാറേ VIP ലോഞ്ചാണ് സാർ. പ്ലീസ് VIP ലോഞ്ചാണ്. ഇത് VIP ലഞ്ച്. ഹലോ എന്നാ ചെയ്ത് ഞാൻ നോ നോ സ്റ്റെല്ല 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 സാറേ അത് നോ 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 വി പ്രാക്ടിക്കൽ ബി പ്രാക്ടിക്കൽ ബി സാറിന്റെ സീറ്റ് നോ എക്സ്ക്യൂസ് മീ നോ എക്സ്ക്യൂസ് മീ യെസ് കഴിക്കൂ ഇറ്റ് ഈസ് നെവർ വിതൗട്ട് ബ്ലാക്ക് ബോക്സ് സാർ. ഓക്കേ കം ഓൺ ബട്ട് സ്റ്റെല്ല പ്ലീസ് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഡോണ്ട് വറി സാർ. അടാവേ പ്ലീസ് ഇതെന്നാ എന്റെ മദ്യം എടുത്ത് കുടിച്ചിട്ട് സൈലൻസ് സാർ. സാർ ആര് ഞാൻ കുടിച്ചോ സാർ കുടിച്ചോന്നോ? സോറി സാർ ഇവിടുത്തെ മദ്യം എടുത്ത് കുടിച്ചു, അവിടുത്തെ ഭക്ഷണം എടുത്ത് തിന്നു. അവിടെ അറിയാതെ സംഭവിച്ചായിരിക്കും സാറേ. സോറി സാർ കടിക്കാത്ത പുള്ളി കഴിച്ചോളും, കുഴപ്പമില്ല. സോറി ലെഫ്റ്റ് സൈഡിൽ സാർ ഇവിടെ മാത്രമല്ലേ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. മദ്യം ഈ ഏരിയ കുഴപ്പമില്ല. എക്സ്ക്യൂസ് മീ ഹലോ 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 പറയൂ ചാർലി ചാപ്ലിൻ പ്ലീസ് വരൂ. അല്ല സാറേ, എൻ്റെ പേര് പോളെന്നാണ്. നിങ്ങൾ നടപ്പ് അങ്ങനെയാ അതുകൊണ്ടാ. അതെ എനിക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു പോയി. ഞാൻ മേടിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഐ എം സോറി. വേണ്ട വേണ്ട വേണ്ട, ഞാൻ മേടിച്ചോളാം. അതൊന്നും വേണ്ട, ഞാൻ മേടിച്ചത് ഒരു കാര്യം ചെയ്യ്, എന്റെ പേരിൽ 2 എണ്ണം കൊടുക്കും. സാറിൻ്റെ പേരില് എന്റെ പേരിലെ സാറിൻ്റെ പേര് സാറിന്റെ പേര് മദ്യം ഇറങ്ങിയിട്ടുണ്ടോ? ഓ ഇങ്ങനെ അല്ല, നിങ്ങളുടെ പേര് മദ്യം ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ തരാൻ. നിങ്ങളുടെ പേരിൽ മദ്യം ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്ത് പീറ്റർ സ്കോട്ട്. എൻ്റെ പേര് പീറ്റർ എന്നാണ്. പീറ്ററിന്റെ പേര് മദ്യം ഇറങ്ങിയിട്ടുണ്ട്. ആണോ? എന്നാൽ ഈ മദ്യം കഴിക്കണമെങ്കിൽ നല്ല ടച്ചപ്പ് വേണമെങ്കിൽ എന്റെ പേര് വേണ്ടി വരും. അതേതാ? എന്റെ പേര് ഗോപി ഗോപി മഞ്ചൂരി. അതാണ് സാറ് കുറി തൊട്ടായിരുന്നല്ലേ? ഞാൻ കുറി മാറ്റം എപ്പോഴും ഞാൻ കുറി തുടരുന്നത്. അതിനെ ഗോപി എനിക്ക് പേര് മറന്നു പോയിരിക്കാൻ വേണ്ടി. ഓക്കെ 2 എണ്ണം. അതെ ഞാൻ ചെറിയ ബാങ്ക് മാനേജറാണ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ മദ്യം കഴിക്കുന്നു. ഇനി എന്നോട് ചോദിക്കേ എന്ത് ചെയ്യുന്നു? മദ്യം കഴിക്കുമായിരിക്കും. അല്ല, നമുക്കറിയാം. നീ ഞാനൊരു കാര്യം എന്നാ ചോദിക്കട്ടെ, വെറും വയറ്റിൽ എത്ര ഇഡ്ഡലി താങ്കൾ കഴിക്കും? വെറും വയറ്റില് 5 എണ്ണം കഴിക്കും. 5 എണ്ണം കഴിക്കും. ഒരെണ്ണം കഴിച്ചാ പിന്നെ വെറും വയറാവോടാവേ. നല്ല കൗണ്ടർ ആണല്ലോ സാർ. ഉള്ളതാണല്ലേ? ഞാൻ പുള്ളിയുടെ ഒന്നടിക്കും. ഒന്ന് അടിച്ചു നോക്കിക്കേ. എടാ ഞാൻ അടിക്കടാ. ടിപ്പ് കിട്ടുവേ. സാറേ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കും. നമ്മൾ വെറും വയറ്റില് സാറിന് എത്ര ബിരിയാണി അല്ല ഇഡ്ഡലി കഴിക്കാൻ പറ്റും? ഒരു 25 ഇഡ്ഡലി വരെ കഴിക്കാൻ പറ്റും. എന്തു പറ്റി? 5 സാറ് പറയായിരുന്നു, ഒരു കോമഡി ഉണ്ടായിരുന്നു. പിന്നെ കോമഡി ആണോ?
അതെ ശരിയല്ല സാറേ. അത് കേൾക്കൂല നിന്റെ. ഹലോ ഞാനിപ്പോ കൂട്ടായല്ലോ നമ്മള്. ഞാൻ ഇന്നത്തെ ബില്ലങ്ങ് സെറ്റിൽ ചെയ്യാം. അത് വേണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. പിന്നെ നമ്മൾ സമയമുണ്ടല്ലോ, നമുക്ക് മറ്റേ ക്യാമറ ഡാൻസ് ഉണ്ട്. ക്യാമറ ഡാൻസ് ഉണ്ട്. ഞങ്ങള് ഞാൻ ഒന്ന് വലിച്ചിട്ട് വരാം. ഒന്ന് സൗഹൃദം. ആ ശരി. ഇങ്ങനെയൊക്കെയാണ് സൗഹൃദമാവുന്നത്. ഇല്ല ഇല്ല, ഷർട്ട് വേണ്ടേ? ഷർട്ട് വേണ്ട. എവിടെ സാർ ഞാൻ കീപ്പ് ചെയ്തോളാം സാർ. സാർ ഞാൻ കീപ്പ് ചെയ്തോളാം. നീ കീപ്പ് ചെയ്യണ്ട. സാർ വാ, സാർ വാ, അങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോവാം. സാർ സ്മോക്കിംഗ് ഏരിയ അവിടെയാണ് സാർ. സ്മോക്കിംഗ് കൂടിയാണ്. ഇത് ബിസിനസ് ആണോ അതോ? അതെ ചെറിയൊരു ബിസിനസ്. അതെ, കോളായിട്ടോ. ചെറിയൊരു ബിസിനസ്. അറിയോ, ഇവര് നല്ല കമ്പനി ആവും, നമുക്ക് നല്ല ഓള കച്ചവടം ഉണ്ടാവും. നീ ഇന്ന് കുറെ ഉണ്ടാക്കും കേട്ടോ. അതെ, ചുമ്മാതല്ല നിന്നെ ടിപ്പു സുൽത്താൻ എന്ന് വിളിക്കണം. ടിപ്പ് മേടിച്ചുള്ള സുൽത്താൻ തുടങ്ങും. ക്യാമറ ഡാൻസ് കൃത്യം 11 മണിക്ക് തുടങ്ങൂലേ? ഞാൻ അതിന് വേണ്ടിട്ടാ കാത്തിരിക്കുന്നത്. ഓക്കെ. ആരാ ടിവിയിലാണോ? ടിവിയിലല്ലോ സാർ നിന്നോട് നീ ആട്ടം കുഞ്ഞിനെ സാർ എന്താ സംഭവം എന്താ ഓളെ സാർ സാർ കൗണ്ടർ 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 ശ്വാസം മുട്ടണോ? ബാറി കിടന്ന നിങ്ങൾ VIP ആയിരിക്കും, പക്ഷെ ബാറി കിടന്നാൽ ഉണ്ടാക്കില്ല കേട്ടോ. ബാറി ഇറങ്ങിപ്പോ. അവരെ ബില്ല് കൊടുത്താ? ഇല്ല മൊബൈലും ഇതൊക്കെ ഉണ്ട്. മൊബൈലും സാധനങ്ങളെല്ലാം ഉണ്ട്. അവന്റെ ബാഗ് എന്ത് എന്റെ പുള്ളിയുടെ പുള്ളി ബാഗ് ഞാൻ കണ്ടില്ല. ആ ബാഗിനകത്ത് പൈസ ഉണ്ടാവും. ബാഗ് മാനേജറല്ലേ, ഇതൊക്കെ കൊടുക്കണമെങ്കിലേ എടാ പോയാ അവർക്ക് ബില്ല് ബില്ല് തീർക്കാതെ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് എടുത്തു വെച്ചേ, എടുത്തു വെക്കേ. അപ്പൊ ഈ പൈസ ഇത് എടുത്തു വെക്കേ. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ? സ്റ്റാൻഡേർഡ് ഞങ്ങളാണോ സാർ കീപ്പ് ചെയ്യുന്നത്? വരുന്ന നിങ്ങളെപ്പോലുള്ളവരല്ലേ. നിങ്ങളിപ്പോ കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. എന്റെ സ്റ്റാൻഡേർഡ് ഞാൻ keep ചെയ്യുന്നുണ്ട്. കീപ്പ് ചെയ്യുന്നുണ്ട്. ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ കേറ്റരുത്, അവിടെ പറഞ്ഞു വിട്ടേക്കണം. ഓക്കെ സാർ, അത് സോറി സാർ, Okay. ഞങ്ങളോട് ക്ഷമിക്കൂ പ്ലീസ്. സോറി. എനിക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ല കേട്ടോ. അല്ല സോറി സാർ, ക്ഷമിക്കൂ. ഈ മൊബൈലിന്റെ കാശിനേക്കാൾ കൂടുതലല്ലേ അവർ കുടിച്ചേ? അപ്പൊ അതെങ്കിലും കിട്ടിയല്ലോ. അതോടെ ഓക്കെ. അവനിങ്ങ് വന്നു. ആര്? അവനിങ്ങ് വന്നു. അവൻ സോഡ കുപ്പിയുടെ കണ്ണാടിയുള്ളവൻ. അല്ല നിങ്ങളല്ലേ അങ്ങോട്ട് പോയത്? എവിടെ കൂടെ പോയത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എങ്ങോട്ടാ പോയെന്ന് അറിയാൻ പാടില്ല. ഇവിടെ അവൻ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന് ഞങ്ങൾ ഒളിപ്പിച്ചിട്ടില്ല. സാർ നോക്കിയോ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. ഇല്ല, കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ചോളാം. ഇല്ലെന്ന് ഇവിടെ ഇല്ല സാറേ. അയാളുടെ മുണ്ടുമില്ലല്ലോ കൊണ്ടാറ്. മുണ്ടുമില്ലാണ്ടാ പോയേക്കണം. അതെ, എന്ത് പറയാൻ പറ്റുന്ന എന്നെ അവൻ ഓടിച്ചേ. എന്നെ അവൻ ഓടിച്ചിട്ട് എന്നെ ഒന്ന് തൊടാൻ കിട്ടിയില്ല അവന്. അറിയാവോ, എന്നെ ഒന്ന് തൊടാനാവട്ടെ, എന്നെ ഒരു രോമത്തിൽ പോലും തൊടണം. തന്നെ ഒഴുകണേനാ. ഞാൻ ഓടിയപ്പോ ഒന്ന് വേർത്ത് വേർത്ത് പോയി. വേർപ്പല്ല, അത് കട്ടച്ചോരയാ വന്നത്. കട്ടച്ചോരയോ? തല 36 ശിച്ചിട്ടാണല്ലോ പൊളന്നിരിക്കുക. 36? ആ എടാ എന്നെ തല്ലിയടാ നീ. എടാ നിന്നെ ഞാൻ എന്ത് കഷ്ടാന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയൊക്കെ മൊത്തം ചോരയായാലും മൊത്തം ക്ലീൻ ചെയ്യും. സാറ് വന്ന് കണ്ടത് നമുക്കായിരിക്കും വഴക്ക്. ആരോടാ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ? ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആരാ? ആര്? ഞങ്ങളല്ല. പോകാൻ നേരത്തെ എന്നെ പുറകെ കൊണ്ടുവരുമോ? ഹലോ സാർ പ്ലീസ് പറഞ്ഞേക്ക്. ഹലോ സാർ സമയം സമയമായി. സാർ ന്യൂ ഇയർ പാർട്ടി തുടങ്ങാൻ സമയമായി. സാർ സാർ പ്ലീസ് സാർ പ്ലീസ് രക്തം വേസ്റ്റ് ആക്കരുത്. ദാനം ദാനം. സമയമില്ല. കൃത്യസമയമായി നമുക്ക് ബാറിന്റെ നിയമം തെറ്റിക്കാൻ പറ്റില്ല. ക്യാമറ ഡാൻസ് തുടങ്ങാറായി. ക്യാമറ ഡാൻസ് പ്രിയമുള്ളവരെ, നമ്മുടെ ക്യാമറ ഡാൻസ് ആരംഭിക്കുകയാണ്. എന്തോ സാർ ബ്ലഡ് ഒന്നും നിറഞ്ഞല്ലോ സാർ. നിറഞ്ഞൊരു കുപ്പിയിലേക്ക് വിട്ടു സാറേ. ചോര തുടച്ചാൽ മതി. മ്യൂസിക് ഒന്ന് പ്ലേ
12 കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് മദ്യം തരാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് മദ്യം തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ കൺട്രോളിലല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ മൈൻഡ് കൺട്രോളല്ല. നിങ്ങൾക്ക് മദ്യം തരാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബില്ല് തീർക്ക്. ബില്ല് കൊടുത്തേ. ബില്ല് തീർക്ക്. ഏട്ടാ അവരെ പറഞ്ഞു കൊടുക്കും. ഫോൺ സാധനങ്ങളെല്ലാം പിടിച്ച് എന്റെ ബില്ല് ബില്ല് തീർക്ക്. ബില്ല് തീർക്ക്. എടാ ഇതിനകത്ത് ബില്ല് വെച്ചില്ലേ? അല്ല ആ സാറിന്റെ ബില്ല് കൊടുക്കും. അല്ല ആ പൈസ സാറിന്റെ ബില്ല് കൊടുക്കും. പൈസ എടാ ആ പെണ്ണുമ്പുള്ള ഇതിൻ്റെ അകത്ത് വെച്ചു ഞാൻ. പൈസ ആ പെണ്ണുമ്പുള്ള ബ്ലൗസിൻ്റെ അകത്ത് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസയായിരുന്നു കൂടുതൽ. അപ്പൊ തന്റെ അമ്മയ്ക്ക് സുഖലായിട്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള ബില്ലും പൈസ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടു. താൻ എന്ത് വൃത്തിയായിട്ടാണോ? അതൊന്നും ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾക്ക് പൈസ കിട്ടണം. അല്ല അമ്മേനെ തന്റെ പൈസ തന്റെ പൈസ എന്റെ പൈസ ഞാൻ അതിലെ ഓടിയപ്പോ അവളെ കണ്ടപ്പോ തന്നെ എടുത്ത് കൊടുത്തു. എല്ലാം കൊടുത്തായിരുന്നു. ഞങ്ങളുടെ ബില്ല് മദ്യം അടിച്ചതിന്റെ ബില്ല് പൈസ ചെയ്യാൻ സോപ്പ് ചെയ്യോ? സോപ്പൊന്നും ഇടണ്ട. ഇയാൾ പൈസ വെച്ചിട്ട് പോയാൽ മതി. അതല്ല കാർഡ് വെച്ച് ഇങ്ങനെ ഇതില്ലേ? ആ സൈപ്പ് ചെയ്യണോ? ആ ചെയ്യോ. ആ സൈപ്പ് ചെയ്യണ മെഷീൻ എടുക്കാം. കാർഡ് എടുത്തിട്ടില്ല. പോലെ കളിക്കില്ല. ഞാൻ സോഡ കുപ്പിക്കാൻ അടിക്കൂട്ടോ. മറ്റേ കുടിച്ചേ പൈസ എടുക്കും. അല്ല ഒന്നും ചെയ്യില്ല. അതെ ഞങ്ങള് ഒരു ബാങ്ക് മാനേജറാണ്. കുടിച്ച പൈസ എന്നല്ല തന്റെ കാര്യങ്ങൾ തല്ലി പിടിക്കും. ഒന്നും ചെയ്യരുത്. ഇയാളുടെ കാര്യം കുടിച്ച പൈസ ചോദിക്കണേ. പൈസ എന്റെ പൈസ പെണ്ണുമ്പുള്ള ഒന്നും പറയണ്ട. എത്ര മാന്യന്മാരി അവന്ന് വെള്ളം അടിച്ചിട്ട് പൈസ തരില്ല. കാലി ഞാൻ തല്ലി പിടിക്കും. എടാ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയാണോ കാലിൽ തല്ലി ഓടിക്കണ്ടേ? പിന്നെ ഞങ്ങൾ ക്യാമറ കണ്ട് ഞങ്ങളല്ലേ കാശ് കൊടുത്തത്. അതെ ഈ ക്യാമറ കാണിച്ച് ഞങ്ങളെ ഇന്ന് പൈസ മേടിച്ച നിന്റെ മുതലാളിയുടെ ഇതല്ലേ പൈസ മേടിക്കണ്ടേ? നിങ്ങൾ എന്നാ പറഞ്ഞു പോണേ? എനിക്ക് ഒന്നും മനസ്സിലാവുള്ളല്ലോ. ഒന്നും മനസ്സിലായില്ലേ? ഇടാവേ ഇതാണ് ക്ലൈമാക്സ്. ഇതല്ല ക്ലൈമാക്സ്. അത് കൊള്ളാം. നിങ്ങളുടെ വേറെ പെണ്ണുങ്ങളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുത്തിട്ട് ഞങ്ങളെ ചവിട്ടണോ? എന്നിട്ട് ഇതാണ് ക്ലൈമാക്സ് എന്നോ? അതേടാ ബാറിലാണേലും ലൈഫിലാണേലും കണ്ട പെണ്ണുങ്ങളുടെ പുറകെ കള്ളും കുടിച്ചിട്ട് പോണവന്മാർക്ക് ജനങ്ങൾ കൊടുക്കുന്ന ക്ലൈമാക്സ് ഇത് തന്നെയാടാ. അയ്യോ അയ്യോ അങ്ങനെ ചിരിക്കല്ലേ. തകർത്തു 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 ഇല്ലേ? നിങ്ങൾ ഒത്തിരി ചിരിച്ചില്ലേ? അവരൊത്തിരി ചിരിച്ച് കൈയടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒത്തിരി ഒത്തിരി ചിരിക്കാനുള്ള കുറേ സീക്വൻസസ് ഉണ്ടായിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തു ഞങ്ങള്. ഇക്ക നല്ല രസമായിരുന്നു. നന്നായിട്ട് ഇപ്പം നേരത്തെ ഗോപിക പറഞ്ഞ പോലെ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ചു. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയട്ടെ, ഇത്രയും പേരിൽ നിന്ന് ഒരു 3-4 പേര് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകങ്ങളായി മാറും ഉറപ്പായിട്ടും. ഞാൻ ഏറ്റവും ആദ്യം ജഡ്ജ് ചെയ്യണത് സ്റ്റേജിൽ നിന്ന് മിമിക്രി അവതരിപ്പിച്ച് ഞാൻ മാർക്കിടാനിരിക്കുന്നത് ഫസ്റ്റ് ആ മാർക്കിട്ട് ഫസ്റ്റ് പ്രൈസ് കൊടുത്ത ഒരാളാണ് ദിലീപ്. ദിലീപിനാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മാർക്കുന്നത്. അതിനുശേഷം പിന്നെ ടീനി ടോം മത്സരിക്കാൻ, പിന്നെ നമ്മുടെ ഗിന്നസ് പക്രു, ഇവർക്ക് എല്ലാവർക്കും മാർക്കിടാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ജഡ്ജ് അല്ലെങ്കിൽ ഈ പറയുന്ന സീറ്റിലിരുന്ന് കണ്ടിട്ടുള്ള പെർഫോമൻസ് കണ്ടിട്ടുള്ളതാണ് ഹരീഷ് കണാരൻ, സാജു നവോദയ, ഒത്തിരി പേരുടെ എനിക്ക് ഞാൻ അന്ന് അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞ അതേ വാക്കുകളാണ് ഇപ്പോൾ നിങ്ങളുടെ പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയാം, അജിത്ത്, സുമേഷ്, ഷൈജോ ഒക്കെ. പിന്നെ സുമേഷ് തമ്പി നമ്മുടെ അടുത്ത സുഹൃത്താണ്. സുമേഷിന് അധികം പെർഫോമൻസ് ഈ സംഭവത്തിന് അധികം ചെയ്യാനായിട്ടൊന്നും ഉണ്ടായില്ല. വെറുതെ സുമേഷിൻ്റെ സ്ഥിരം ജോലി ചെയ്തുകൊണ്ടിരിക്കാനുണ്ട്. പിന്നെ നമ്മുടെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വരുന്ന സുമേഷില്ലേ, സുമേഷ് കോമഡി മാസ്റ്റേഴ്സിൽ വരുന്ന സ്കിറ്റുകളിൽ സുമേഷ് ഒരു സൂപ്പർ സ്റ്റാറാണ്. ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളിൽ സുമേഷ് വന്ന സുമേഷിൻ്റെ ജോലി അതിഗംഭീരമായിട്ട് സുമേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അജിത്തും സുമേഷും മറ്റേ നമ്മുടെ ഈ കുടിയൻ ചെയ്ത സുമേഷും ഷൈജു ഒക്കെ ഉറപ്പായിട്ട് ഒരു 3-4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരിക്കലും മിമിക്രി ഫ്ലോറിൽ വന്നിട്ട് ഇതുപോലെ കോമഡി മാസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെടും. ഉറപ്പായിട്ട് നഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആർട്ടിസ്റ്റുകളാണ്. അങ്ങനെ ആകട്ടെ, അങ്ങനെ ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു അക്ക. നവാസ്ക, ഞാനൊന്നും പറയില്ല. നമുക്ക് ശരിക്കും കൊതിയായി പോകുന്ന ചില സ്കിറ്റുകളുണ്ട്. കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞല്ലേ, നമ്മൾ നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോൾ
ഒരു ക്യാരക്ടർ എന്തെങ്കിലും വെറുതെ ആ സൈഡിൽ പോയി ഇരുന്നാൽ മതി, എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. അതായത് പെർഫോമൻസിൻ്റെ ഒപ്പം തന്നെ ആ ടൈമിംഗ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത്രയും മിനിറ്റിനകത്ത് ആ ലൈവ് സ്കിറ്റ് തീർക്കുക എന്ന് പറഞ്ഞൊരു അസാധ്യ സംഭവം തന്നെ. അത് ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്യണം. പിന്നെ ഷൈജുടെ പി ടീമിലുള്ള ഇപ്പോൾ സുമേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മുറ്റത്ത് 3 സുമേഷ് സ്റ്റേജിൽ ശരിക്കും ആസ്വദിച്ചു. മനോഹരമായിട്ടുള്ള സ്കിറ്റായിരുന്നു. കൂടുതൽ വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം കൊണ്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നസീർക്ക, ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം കിട്ടാനുള്ള വലിയ ഒരു അംഗീകാരവും അവാർഡുമാണ് നാദിഷ്ക പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവനും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, അജിത്തിൻ്റെയും സുമേഷിൻ്റെയും ഷൈജോയുടെയും ശബ്ദം നാളെ തൊട്ട് പഠിച്ചു തുടങ്ങാം. എന്തായാലും സിനിമയെ വരുമല്ലോ. ഇനി പെട്ടെന്നെങ്ങാനും അതായത് വെറുതെ പറഞ്ഞല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മുടെ കൂടെ വന്ന സലീം കുമാർ ആണെങ്കിലും സുരാജ് ആണെങ്കിലും ഷാജോൺ ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഒക്കെ ജയസൂര്യ അടക്കമുള്ളവരെ നമ്മൾ അനുകരിക്കാൻ റെഡിയാണ്. കാര്യം ഒരുമിച്ച് വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. അതിലൊന്നും അല്ല കാര്യം. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ എപ്പോഴും. അതുകൊണ്ട് നാളെ നിങ്ങളെ അനുകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ. അപ്പൊ നിങ്ങൾ അത്രയും വലിയ സ്റ്റാറുകളാവും. അപ്പോഴും കൂടെ ഉണ്ടാവൂല്ലേ? തീർച്ചയായും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം. ഈ ബാർ സെറ്റപ്പ് കണ്ടപ്പോഴാണ് ഞാൻ നമ്മളുടെ ഒരു പാരഡി എഴുതിയ സമയത്ത് ശരിക്ക് ബാറിൽ ഓരോ പെഗ് അടിച്ച് കഴിയുമ്പോഴുള്ള ചേഞ്ചസ്. ആറുമുഖൻ മുന്നിൽ കണ്ട ഹിറ്റ് സോങ്, അതിൻ്റെ പാരഡി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഓരോ പെഗ് അടിച്ച് കഴിയുമ്പോഴുള്ള ചേഞ്ചസ് ആണ്. അത് ഈ സ്കിറ്റിൻ്റെ എന്താ പറയുക കൺക്ലൂഷനിലല്ലാതെ നമുക്ക് വേറെ ഒരു സ്ഥലത്തും പാടാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ആ ഒരു പാരഡി ഈ സമയത്ത് പാടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ആ ഓരോ പെഗ്ഗിലെ വരികളും വരുമ്പോ സുമേഷ് ആയിരിക്കും ഇതിലെ കഥാപാത്രം. ഗോപിക മാറാൻ ഈ പാരഡി ഞാൻ പാടാം. ഇതിൻ്റെ സ്പോട്ടിൽ നിങ്ങൾക്ക് ഇത് ആക്ട് ചെയ്യാൻ പറ്റുമോ? ഓരോ പെഗ് അടിച്ച് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാം. ശരി. ആറുമണി നേരമയാൽ കിടക്കപ്പയെന്നോടും നേരെ ബാറിലേക്ക് ഞാൻ ഓടും. ബാറ് തുറക്കും മുമ്പേ കേറും. എന്നും വെളുപ്പാങ്കാലം കണ്ണ് തുറക്കുമ്പം 2 വീശിലെ കൈവിറക്കും. തന്നിന്നെന്താനെന്ന 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 തന്നാനെ തന്നിന്നെന്താനെന്ന തന്നാനെ തന്നിന്നെന്താനെന്ന 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 തന്നാനെ തന്നിന്നെന്താനെന്ന തന്നാനെ. ഒന്നാമത്തെ പെക്കെടുത്ത് കുറഞ്ഞ ടൈപ്പ് ഒരു സോഡ വാങ്ങി കടിച്ച് പൊട്ടിച്ച് അതിലൊഴിച്ച് ആർത്തിയോടത് കയ്യിലെടുത്ത് കുടിച്ച് നോക്കിയപ്പോ തണുപ്പില്ലഞ്ഞിട്ട് ഇറക്കാൻ പറ്റാതെ ഐസിനായി ഞാൻ കൂകവേ ഐസിനായി ഞാൻ കൂകവേ ഐസിനായി ഞാൻ കൂകവേ. സപ്ലയർ വന്നെന്റെ മോന്തക്ക് തോണ്ടിയപ്പോ നല്ലോണം നൊന്തട ഇന്നെനിക്ക്. സപ്ലയർ വന്നെന്റെ മോന്തക്ക് തോണ്ടിയപ്പോ നല്ലോണം നൊന്തട ഇന്നെനിക്ക്. രണ്ടാമത്തെ പെഗടിച്ച് ഒറ്റയടിക്കൊരു വലിച്ച് മുളകെടുത്തൊരു കടി കടിച്ച് മുണ്ടിൻ തല കൊണ്ട് കീറി തുടച്ച് ചെറുങ്ങനെ ഒരു ചിരിച്ച് കരിപ്പുഴ നിന്ന് കരിപ്പു കയറി ഞാൻ നിൽക്കവേ കലിപ്പു കയറി ഞാൻ നിൽക്കവേ കലിപ്പു കയറി ഞാൻ നിൽക്കവേ. കലിപ്പു കെട്ടനായി ഒരുത്തൻ വന്നെന്നെ തുറിച്ചു നോക്കിട്ട് പല്ലിളിച്ച്. കലിപ്പു കെട്ടനായി ഒരുത്തൻ വന്നെന്നെ തുറിച്ചു നോക്കിട്ട് പല്ലിളിച്ച്. എല്ലാരും കുടിയന്മാരായിട്ട് ജീവിച്ച് അഴിഞ്ഞാടുമായിരുന്നു അല്ലേ? തകർത്തു. ഇക്ക ഉദ്ദേശിച്ചതുപോലുള്ള അഴിഞ്ഞാട്ടം ഇവിടെ കറക്റ്റ് ആയിരുന്നു. പിന്നെ ഗംഭീരമായിട്ട് ചെയ്ത്. അപ്പൊ നമുക്ക് ലൈഫ് ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുള്ളൂ ജീവിതത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സ്റ്റേജിൽ ചെയ്യാനായിട്ട്. ഇല്ല, ഇത് ശരിക്കും ഞങ്ങൾ പണ്ട് മാവേലിക്കൊമ്പത്ത് ചെയ്ത സമയത്ത് വിഷ്വൽ ചെയ്തിരുന്നതായിരുന്നു. വിഷ്വൽ ചെയ്തപ്പോൾ അതിനകത്ത് ചെയ്തത് നമ്മുടെ സാഗർ ഷിയാസും പിന്നെ പുന്നപ്ര പ്രശാന്തും കൂടിയായിരുന്നു.
വളരെ ഞങ്ങളൊരു ബാറ് തന്നെ ബുക്ക് ചെയ്തിട്ട് ചേർത്തലയിലൊരു ബാറ് ബുക്ക് ചെയ്തിട്ട് രാത്രി അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ ബാറിനകത്തായിരുന്നു ഫുള്ള്. എന്നിട്ട് അവിടെ തന്നെ കടന്നു. പിറ്റേ ദിവസം രാവിലെ പോയി. അങ്ങനെയല്ല, ആ ഷൂട്ടിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് അത്രയും ആർട്ടിസ്റ്റുകൾ വന്നിട്ട് എല്ലാവർക്കും ഒരു ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു അഭിനയിക്കുമ്പോൾ. അല്ല, നല്ല നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് ആയിരുന്നു അത്. ഭയങ്കര ഹിറ്റായിരുന്നു അത് ആ സമയത്ത്. അത് അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളെല്ലാവരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു ഇക്ക. നന്നായിരുന്നു കേട്ടോ. ഇക്ക, നമ്മുടെ ടീം ജോക്കേഴ്സിന്റെ ഇന്നത്തെ സ്കിറ്റിന്റെ പെർഫോമൻസിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? സ്ഥിരം പറയും പോലെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തതിൻ്റെ പേരിൽ നമ്മളുടെ ഇപ്പം ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്ന ആൾക്ക് അതിൻ്റെ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കിട്ടുന്നു. കുടിയനായിട്ട് അഭിനയിച്ച സുമേഷ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ്, ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ട്. ഇത് കൊടുക്കാനായിട്ട് ഐ വെൽക്കം നസീർ ക പ്ലീസ്. താങ്ക് യു ഇക്ക, താങ്ക് യു. അപ്പോൾ സുമേഷ് ഏട്ടാ, കൺഗ്രാറ്റ്സ്. ടീം ജോക്കേഴ്സ് നമുക്ക് വീണ്ടും ഇതുപോലത്തെ ചിരിപ്പിക്കാനുള്ള അടിച്ചുപൊളി സ്കിറ്റുകളുമായിട്ട് കാണാം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. താങ്ക് യു സോ മച്ച്. ടീം ജോക്കേഴ്സിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് കഴിഞ്ഞു. ഇവർക്കായിരിക്കും 1 lakh കിട്ടുക, ആർക്കായിരിക്കും 1 lakh കിട്ടുക നമുക്കറിയില്ല. സോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ടീം ജോക്കേഴ്സിൻ്റെത് ആയോ നമുക്ക് ഇക്കാസിനോട് ചോദിക്കാം. റെഡി? റെഡിയാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അതിലേക്കായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാകേഷ് ഫ്രം കണ്ണൂർ. ഹായ്, വെൽക്കം ടു ദ ഷോ രാകേഷ്. നമസ്കാരം. കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അല്ലേ? കണ്ണൂരിൽ നിന്ന് മേലച്ചുവ എന്ന ദേശത്ത് നിന്നാണ്. ഓക്കെ, യെസ്. രാകേഷ് ഒരു ഗായകനാണിക്ക. നമുക്കിവിടെ ഗായകർ ഒരുപാടുണ്ട്, അറിയാമല്ലോ അല്ലേ എല്ലാവരും. സോ രാകേഷ് ഏട്ടാ, ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന് പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഒരു ഫീമെയിൽ വോയിസ്, പിന്നെ ഒരു മെയിലും ഫീമെയിൽ വോയിസും, പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സോങ് കൂടിയുണ്ട്. രാകേഷ് ശരിക്കും എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് എന്താണ്? ഞാൻ കൽപ്പണിയായിരുന്നു. കുറച്ച് കാലമായിട്ട് ഒരു അസുഖം വന്നതിനെ തുടർന്ന് പോകാറില്ല. നേരത്തെ തൊട്ട് പാടാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്? ആ, കലാഭവൻ രാകേഷിൻ്റെ കൂടെയൊക്കെ ശിവേട്ടൻ്റെ കൂടെയൊക്കെ ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഏതാദ്യം പാടാൻ പോകുന്ന രാകേഷ്? പുലിമുരുകൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഓക്കെ, ഫൈൻ, സ്റ്റാർട്ട് ചെയ്യാം. ും
ഒരു ഏരിയയുടെ സ്റ്റാർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ആദ്യം നവാസ്കയുടെ തന്നെ ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നവാസ്ക? വാണിജ്യറാം മാമിന്റെ ടോൺ കറക്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ചൊരു മിമിക് ചെയ്യണം. അവർക്കൊരു ഹസ്കി വോയിസ് ഉണ്ട്. ഒരു ഹസ്കി സംഭവം നമ്മൾ കയറ്റി കഴിഞ്ഞാൽ അതൊന്നും കൂടി പിടിച്ചാൽ മതി ഇതിൻ്റെ കൂടെ. ബട്ട് ടോണും അതിൻ്റെ റേഞ്ചും ആ ലെവലൊക്കെ പക്കയാണ് കേട്ടോ. നല്ല ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം പറഞ്ഞ് തന്നെ പാടാൻ പറ്റും. എസ് ജാനകിയുടെ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞ് തന്നെ പാടാം. അടുത്തത് ആഷിഖ് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഡുവറ്റ്. രാകേഷ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, അസലായിരുന്നു. സിംഗേഴ്സ് പാടുമ്പോൾ തന്നെ നല്ല സ്ട്രെയിൻ ചെയ്തിട്ട് പാടുന്ന പാട്ടാണ് അത്. നിങ്ങൾ മെയിലും ഫീമെയിലും ഒരുമിച്ച്, അതാ ഗ്രേറ്റ് ഗ്രേറ്റ് സിംഗർ. താങ്ക് യു. അടുത്തത് കണ്ണു തുറക്കണോ സ്വാമി എന്ന് മുന്താണെ മുടിച്ച് എന്ന ചിത്രത്തിൽ ജാനകി. the
வேணாண்டி ஆம்பள பாவம் வாங்காதே என்னோட சாபம் வேணாண்டி ஆம்பள பாவம் வாங்காதே என்னோட சாபம் களையாது ஏன் தவம் அடியே இறங்காது பாமர கொடியே ஹை வேணாண்டி ஆம்பள பாவம் வாங்காதே என்னோட சாபம். നമുക്ക് ചോദിക്കാം ഇക്കാസിന്റെ അടുത്ത്. നസീർക്ക നല്ല ശബ്ദമാണ് രാകേഷിൻ്റെ, അല്ലാണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നല്ല ബേസ് വോയിസ് ആണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ നാദിഷയ്ക്കയും നവാസും ഒക്കെ പറഞ്ഞ പോലെ ഈ പാട്ടിൻ്റെ എന്താ പറയുക, ഈ ആരോഹണം അവരോഹണം അതിൻ്റെ താളം പിന്നെ ശ്രുതി സംഗതി ഒക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് മുമ്പേ ഒരു വരി മൂളിയപ്പോൾ നാദിഷക്ക പറഞ്ഞു, നീ ഏത് പാട്ടാണ് ഉദ്ദേശിക്കുന്നത് എഴുതി തന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നസീർ പാടുന്നു, ഞാൻ നോക്കിയപ്പോൾ നസീർ ഇവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, എടാ നീ പാട്ട് നിനക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എനിക്ക് SMS ചെയ്ത് തന്നാൽ മതി, ഞാൻ മനസ്സിലായിക്കോളാം. അപ്പൊ എന്റെ പാട്ടിലുള്ള പ്രാഗൽഭ്യം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയണില്ല. ഗംഭീര പെർഫോമൻസ് വന്നാൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതായത് വളരെ എന്താ പറയുക, ഇപ്പോൾ ഇമിറ്റേറ്റ് ചെയ്തല്ല പാടിയെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഭയങ്കര രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു മേഖലയിൽ അറിയപ്പെടുന്ന വലിയൊരു കലാകാരനാകാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ കരുതിയാൽ മതി. ഒരുപാട് വേദികൾ കിട്ടും, ഒരുപാട് അവസരങ്ങൾ കിട്ടും. ഇതേപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു രാജേഷ്, നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചു കളയുന്ന പെർഫോമൻസ് ആയിരുന്നു. രാകേഷിൻ്റെ ശബ്ദത്തിനുള്ള ഗുണം എന്ന് വെച്ചാൽ നല്ല ഗെയിനുള്ള വോയിസാണ്. ഒരു സാധാരണ നമ്മൾ ഫീമെയിൽ ടോൺസ് നമ്മൾ മെയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ശബ്ദങ്ങൾക്കൊന്നും ഇത്രയും ഗെയിൻ ഉണ്ടാവില്ല, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വോയിസ് അല്ല. കാരണം മെയിലിനേക്കാൾ കുറച്ചുകൂടി ഫീമെയിൽ പാടുമ്പോൾ നല്ല ഗെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഗെയിൻ കിട്ടാന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ ഭയങ്കര ഭാഗ്യമാണ്. ഒരു ഏത് പാട്ടുകാരനും ശബ്ദത്തിൽ ഒരു ഗെയിൻ കിട്ടുക എന്ന് പറയും. പാട്ട് പാടാൻ നന്നായിട്ട് കഴിയും, പക്ഷേ വോയിസിന് മൈക്കും ആ വോയിസും തമ്മിലുള്ള ഒരു ഗെയിൻ കിട്ടുക എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഭാഗ്യം ലഭിച്ച സിംഗേഴ്സിന് കിട്ടുന്ന ആ അനുഗ്രഹം രാകേഷിന് കിട്ടിയിട്ടുണ്ട്. അസലായിട്ട് പാടുന്നുണ്ട്, ഗംഭീര പെർഫോമൻസിനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ രാകേഷിന് ഇനി ദൈവം തീരുമാനിച്ചിരിക്കുന്നത് രാകേഷ് പാട്ടുപാടി വേദികളിൽ പോപ്പുലറായി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ തന്നെയാണ്. രാകേഷ് അങ്ങനെ ആവും. ഗംഭീര സിംഗിങ് ആയിട്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മധുരമുള്ള ശബ്ദമാണ് രാകേഷ്. താങ്ക് യു. അങ്ങനെ ഒരു കേൾവിക്കാരനെ അങ്ങനെ ആസ്വദിപ്പിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ നാദിഷ പറഞ്ഞ പോലെ വലിയ ഭാഗ്യമാണ് അല്ലേ? ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ ഇനി അറിയപ്പെടുമ്പോൾ അതെന്തായാലും രാകേഷ് അറിയപ്പെടും. അത് ഞങ്ങളൊരു പ്രതീക്ഷയാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ വരട്ടെ എന്ന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു 10-15 പാട്ട് തയ്യാറാക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സുകൾ പാടി രാകേഷിന് മാത്രമായിട്ടുള്ള പ്രോഗ്രാം വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് രാകേഷ്, ഇവിടെ വന്നതിന് ഞങ്ങളുടെ മുന്നിൽ ഇത്രയും നല്ല പാട്ടുകളൊക്കെ പാടി ഞങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്ന ഒത്തിരി താങ്ക്സ്. കോമഡി മാസ്റ്റേഴ്സിന് ചാനൽ നമ്മളൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ലണ്ടൻ ക്ലാസിക് തരുന്നൊരു ഷർട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ്. നമസ്കാരം. അപ്പൊ നമ്മുടെ എപ്പിസോഡ് ഇന്നത്തേത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നാണ് പാടിയത്. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് നാദിഷക്കായിട്ട് അതൊരു നല്ല ഓർമ്മയാണ്. കാരണം വെച്ചാൽ സൂപ്പർ ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത്ര ഹിറ്റായിട്ടുള്ളൊരു പാട്ട്, അതിൻ്റെ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് വരും. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വന്നു ചേരുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബാറിൻ്റെ ഒരു ഐറ്റം, അതിനകത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ അത് കണക്ട് ചെയ്തൊരു ഗാനം വരുന്നു. എപ്പിസോഡുകളുടെ ഒരു മാറ്റം സംഭവിക്കുന്നത് യാദൃശികമായിട്ട് വരുന്ന, ഞാൻ അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന, ഒത്തിരി സന്തോഷമായി എല്ലാം. താങ്ക് യു ഇക്ക, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്ന് ബൈ പറയാമല്ലേ നസീർ ഖാൻ, നാദിഷക്ക? ഇന്നത്തേക്ക് ബൈ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിൽ ഞങ്ങൾ ഇന്നത്തേക്ക് ബൈ പറയുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്. സ്പീഡ് വേണ്ട നമുക്ക്, പിന്നെ ഇത്ര സ്പീഡ് വേണ്ട. നമ്മുടെ കൊച്ചു പരിപാടിയല്ലേ. നമുക്ക് സമയത്രേ സമയത്രേ. എൻ്റെ പേര് രതീഷ്.
24. 10-24 വയസ്സായാലും സ്വന്തമായിട്ട് വാച്ച് മാറ്റി വെച്ചില്ല. ഓക്കെ കേട്ടോളൂ. പ്രഥമമണം പ്രരഗമനം ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ. Costume courtesy for Nadir Shah, London Classic Casual Shorts. Costume courtesy for Kalabhavan Nawaz, London Classic Casual Shorts. Costume courtesy for Gopika, Tanus Bridal Boutique.